മൂന്നാമതൊരു ധ്യാന പഠനത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 ദിനങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഒരു ബൈബിൾ പഠനത്തിൻ്റെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 3-4 ക്ലാസ്സുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ചിന്തയുടെ പരിധിയിൽ വരാൻ പറ്റി എന്ന് വരില്ല. എന്നാൽ നമ്മളെടുക്കുന്ന വചനത്തിൻ്റെ ഒരു പ്രകാശനം അനുസരിച്ച് നമ്മൾ വചനത്തിലേക്ക് നോക്കുകയാണ്. ദൈവം നമ്മോട് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അതുതന്നെ ആയിരിക്കണം. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് നിൻ്റെ കരുണ തന്ന ഞങ്ങളിൽ നിൻ്റെ ആത്മാവിനെ സ്ഥിരമാക്കി, സ്ഥിരമായുള്ളൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കേണമേ. കർത്താവെ, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പഠന ധ്യാനത്തിനായി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 32 വരെയുള്ള വചനങ്ങൾ ഇന്ന് വിഷയീഭവിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 32 വരെയുള്ള വചനങ്ങൾ പുസ്തകമുള്ള ആളുകൾ തുറക്കുക, പുസ്തകത്തിലേക്ക് നോക്കുക. ഞാനൊരു പ്രാവശ്യം വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നോടൊപ്പം നിങ്ങളും വായിക്കണം. എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തി വായിക്കണമെന്നില്ല, എന്നോടൊപ്പം അനുധാവനം ചെയ്ത് വായിക്കുക. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആകയാൽ പോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. കള്ളനിനെ കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വചനമൊക്കെ നമ്മളോട് വളരെ വ്യക്തമായി സ്പഷ്ടമായി നിർദ്ദേശങ്ങൾ തരുന്നതാണ്. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ മാനസാന്തരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെയും ആദ്യ നാളുകളിലൊന്നിൽ അദ്ദേഹം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയി എന്നും ആരാധനയിൽ പ്രഭാഷകൻ, പള്ളിയിലെ പുരോഹിതൻ ഒരു വചനമെടുത്ത് പ്രസംഗിക്കുകയാണ്. ആ വചന ധ്യാനത്തിങ്കൽ നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള വചനം കേട്ടു. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ പ്രക്ഷുബ്ധമായി, വല്ലാതെ പ്രകമ്പനം കൊണ്ടു. അദ്ദേഹം ആരാധന കഴിഞ്ഞ് ആ പുരോഹിതനോട്, വന്യനായ പുരോഹിതനോട് അദ്ദേഹം ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഫാദർ, ഈ വചനം ആശയമാണോ അതോ ആവിഷ്കാരമാണോ? ഇത് കേവലം ആശയമായി നിൽക്കാനുള്ളതാണോ അതോ ഇത്
ചെയ്യാനുള്ളതാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ വന്യപുരോഹിതൻ്റെ കണ്ണു നിറഞ്ഞു. ഞാനെപ്പോഴും ഓർത്തിട്ടുണ്ട്, ആ ഭാഗം വായിക്കുമ്പോൾ എന്നോടൊരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നെങ്കിൽ. വന്ന് ഈ പുരോഹിതനോട് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണ് നിറയുകയാണ്. അയാളുടെ കണ്ണ് നിറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, മകനെ, ഇത് ചെയ്യാനുള്ളതാണ്, അത് മതി അച്ചോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മുത്തി ഇറങ്ങിപ്പോയതാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. അങ്ങനെ ആരംഭിച്ച ഒരു തീർത്ഥയാത്ര, ഒരു ആത്മീയ യാത്ര, ഒരു പ്രകടമായ സ്പിരിച്വൽ ജേർണി. ആ സ്പിരിച്വൽ ജേർണിയാണ് ക്രിസ്തുവിന് ശേഷം ലോകത്തെ സാരമായി സ്വാധീനിച്ച ഒരാത്മീയ പ്രയാണത്തിൻ്റെ തുടക്കം. പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ നമ്മുടെ ധ്യാനത്തിന് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് ജീവൻ്റെ പുതുക്കത്തിലെ നടപ്പ് എന്നാണ്. ജീവൻ്റെ പുതുക്കത്തിലെ നടപ്പ്. ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെട്ട് ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള ഈ വാൾ, ഇത് രണ്ടു വശത്തോട്ടും ഒരുപോലെ വീശുന്നതായതുകൊണ്ട് പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപോലെ ഒരുപക്ഷെ ഹൃദയത്തിൽ മുറിവേറ്റേക്കാം. എൻ്റെ ദൈവം തമ്പുരാനെ, എന്നെ മുറിവേൽപ്പിക്കണമേ, എനിക്കൊരു അസ്വസ്ഥത തരണമേ, ഒരു ക്രിയേറ്റീവ് അൺറെസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ദൈവം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ഈ പ്രതിരോധത്തിൻ്റെ ഭിത്തികൾ കെട്ടി അതിൻ്റെ പിറകിലിരുന്നു കൊണ്ട് വചനം കേൾക്കുന്നത് വചന കേൾവിയുടെ ഒരു ആചാരമായി മാറാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വചന കേൾവിയുടെ ഒരു ആചാരമായി മാറാം. ഇറ്റ് ക്യാൻ ബിക്കം എ കസ്റ്റം ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഒരു കസ്റ്റമായി, ഒരു ആചാരമായി നമുക്ക് വചന കേൾവി തീർന്നു പോകാം. ഇറ്റ് ഈസ് നോട്ട് ടു ബി കസ്റ്റമൈസ്ഡ്. അങ്ങനെ കഷ്ടമാക്കാനായിട്ടല്ല, പിന്നെ വചനം ജഡം ധരിക്കാനായിട്ടാണ്. നമ്മുടെ ഉള്ളിൽ അത് പ്രാവർത്തികമാകാനായി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒരു തലക്കെട്ട് വാക്കിംഗ് ഇൻ ദി ന്യൂനെസ് ഓഫ് ലൈഫ് എന്നാണ്. അതായത് ജീവൻ്റെ പുതുക്കത്തിലെ നടപ്പ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അപ്രകാരം ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ വചനത്തിലേക്ക് നോക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഞാനൊരു മണിക്കൂർ ഇന്ന് ഈ വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും ചിന്തയും എന്നോടൊപ്പം ഉണ്ടാവണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എഫേസ്യ ലേഖനത്തിൻ്റെ ഈ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയം ഗോഡ് ഹാസ് ഇനീഷ്യേറ്റഡ് സം ഗ്രേറ്റ് തിങ്സ്. ദൈവം ചില മുൻകൈകളെടുത്ത്, ഇനീഷ്യേറ്റീവ് എടുത്ത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നു. അതെന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചേർച്ച്. ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചേർച്ച്. അതാണ് ഈ അത്ഭുതമാണ് ഈ സഭ. ദൈവം തമ്പുരാൻ്റെ വ്യവസ്ഥയാണ് സഭ. അപ്പോൾ സഭയെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ നമ്മുടെ പരാധീനതകൾക്കും അപ്പുറത്ത് സഭയെ ദൈവത്തിൻ്റെ വ്യവസ്ഥയായി കാണുവാൻ നമുക്ക് കഴിയണം എന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ദ ചർച്ച് ഈസ് ദ വണ്ടർ. ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചേർച്ച്. എന്താണ് വണ്ടർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് അനുരഞ്ജനപ്പെടുത്തുന്നതിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണത്, അല്ലേ? ഒന്നത്. രണ്ട്, ദൈവത്തോട് മാത്രമല്ല മനുഷ്യർ പരസ്പരമുള്ള അനുരഞ്ജനത്തിൻ്റെ പദ്ധതിയാണ് ഈ സഭ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, അതല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ദാറ്റ് ഈസ് ദ ഓൺലി വേ. ദർ ഇസ് നോ അതർ ഓൾട്ടർനേറ്റീവ്. അതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെയാണ് എങ്കിൽ കണ്ണുപൊട്ടന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും പല്ലില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് കണ്ണുപൊട്ടന്മാരുടെയും പല്ലില്ലാത്തവരുടെയും എണ്ണം പെരുകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബലമുള്ളവൻ ബലമില്ലാത്തവനെ അടിച്ചമർത്തുകയും കീഴടക്കുകയും ചെയ്യുമെങ്കിൽ എപ്പോഴാണോ ഒപ്രസ്ഡിന് അവന് ബലം കിട്ടുന്നത്, അപ്പോൾ ഈ മർദ്ദിതൻ മർദ്ദകനായി മാറും. അതാണ് പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ്. പോളോ ഫ്രെയറുടെ മനോഹരമായ വിദ്യാഭ്യാസ ശാസ്ത്രമാണത്. പെഡഗോഗി ഓഫ് ദി ഒപ്രസ്ഡ് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ മർദ്ദിതൻ
പിന്നീട് മർദ്ദകനായി മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ നിത്യവിമോചനത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്നതിനായിട്ടാണ്. എനിക്ക് അവസരം കിട്ടുമ്പോൾ പകരം വീട്ടുന്നതിനല്ല. പിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ വിമോചനം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരനുഭവമാണ്. അപ്പോൾ ഗോഡ് ഹാസ് ഇനിഷ്യേറ്റഡ് സർട്ടൻ തിങ്സ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ മുൻകൈ എടുത്ത് ചെയ്തിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ജഡാവതാരം, പരസ്യ ശുശ്രൂഷ, കർത്താവിൻ്റെ കുരിശുമരണം, ഖബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, പിതാവിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്തുള്ള ഇരിപ്പ്, അവിടെ നിന്ന് സകലരുടെ മേലും സഭയുടെ മേലും പരിശുദ്ധാത്മാവിനെ പകർന്ന അത്ഭുതകരമായ അനുഭവം, പരിശുദ്ധാത്മ പകർച്ച. പ്രിയപ്പെട്ടവരെ, ഇതാണ് തിരുവവതാരത്തിൻ്റെ രഹസ്യം, ദ മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ എന്ന് പറയാവുന്നത്. തിരുവവതാരത്തിൻ്റെ രഹസ്യവും അതിൻ്റെ ഡൈനാമിക്സും ഇതാണ്. നമുക്കറിയാവുന്ന പോലെ ജഡം ധരിച്ചു, കുരിശുമരണം സഹിച്ചു, ഖബറടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ എല്ലാവരുടെയും ശാക്തീകരണത്തിനായി, നമുക്ക് ദൈവത്തെ അനുഭവമാകുന്നതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഭയുടെ മേൽ അയച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചയുണ്ടായി. അതുകൊണ്ട് നാം എല്ലാവരും പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് ദൈവത്തെ അറിയുകയാണ്. ഈ സഭയിലൂടെ, കർത്തൃശരീരമായ സഭയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവത്തെ അറിയുകയാണ്. വി എക്സ്പീരിയൻസ് ഗോഡ് ത്രൂ ദി ഹോളി സ്പിരിറ്റ്. ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ഫെലോ ബ്രദറൻ, അത് ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു എന്നുള്ളത് നാം അറിയണം. അപ്പം ദൈവം ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മുത്താഴം ഒരുക്കി, തടിപ്പിച്ച കാളക്കുട്ടികളെ അറുത്തു, വിരുന്നുശാല തയ്യാറാണ്. ഇൻവിറ്റേഷൻ ഹാസ് ഗോൺ ഔട്ട്. ഇതാ ക്ഷണം പുറപ്പെട്ടു പോയിരിക്കുന്നു. വരിക വരിക, കം ടു മൈ ബാങ്ക്വറ്റ്, എൻ്റെ ഈ സദ്യയിലേക്ക് വരിക എന്നുള്ള ക്ഷണം പുറപ്പെട്ടു പോയിരിക്കുകയാണ്. ദ ഇൻവിറ്റേഷൻ ഹാസ് ഗോൺ ഔട്ട്. ആർ വി റെസ്പോണ്ടിങ് എന്നുള്ളതാണ്. അപ്പം ടു വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, ദൈവിക ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നതിന് നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷനോട് സാർവലൗകികമായി നൽകപ്പെട്ടിരിക്കുന്ന, സകല മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു ക്ഷണപത്രത്തോടെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആർ വി റെസ്പോണ്ടിങ്? നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ എഫേസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ ചില പ്രയോഗങ്ങൾ അപ്പോസ്തലൻ നടത്തുന്നുണ്ട്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിച്ച് ഒക്കെ മുന്നേറുവാൻ ഒക്കെയുള്ള ആലോചനകൾ 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാം ഒന്നും ഇപ്പോൾ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഓരോ വാക്യവും എടുത്ത്, ഓരോ വചനവും എടുത്ത് അതിനെ വിശദീകരിക്കുവാൻ നമുക്ക് സന്ദർഭമില്ലാത്തത് കൊണ്ടും അവയെല്ലാം നമ്മൾ അങ്ങനെ തന്നെ വായിച്ച് എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് സഭയുടെ ശുശ്രൂഷാസ്ഥാനങ്ങളെക്കുറിച്ചും വായിക്കുന്നുണ്ട്. സഭയുടെ ശുശ്രൂഷാസ്ഥാനങ്ങൾ എന്തിനാണ്? സഭയുടെ ശുശ്രൂഷാസ്ഥാനങ്ങൾ ചിലരെ പ്രവാചകന്മാരായും ചിലരെ അപ്പോസ്തലന്മാരായും ഒക്കെ നിയമിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. എന്നിട്ട് വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടലിനു വേണ്ടിയാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടലിനു വേണ്ടി നമ്മെ ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുമായി ഈ സഭയുടെ ശുശ്രൂഷാസ്ഥാനങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ നിയോഗിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നതിന്, ഈ നിയോഗം അർത്ഥവത്തായിത്തീരുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനവരതമായ കൃപയും വരവും നാം പ്രാപിക്കേണ്ടതുണ്ട്. അത് മേൽപ്പട്ടക്കാരും പട്ടക്കാരും ഉപദേശിമാരും മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, സഭയുടെ മക്കളായ നമ്മളെല്ലാവരും ദൈവിക പരിശുദ്ധാത്മ ശക്തിയാൽ ഓരോ ദിവസവും നിറയേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ആ ദിവസം നമ്മുടെ WCCയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ക്ലാസ് എടുത്ത സമയത്ത് അദ്ദേഹം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നോക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ചോദ്യമൊക്കെ അതിനെക്കുറിച്ച് വന്നായിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അനുഭവമാക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർന്ന് പറയുകയാണ്. വി ഓൾ നീഡ് ടു വെയിറ്റ് ഫോർ ദി എംപവർമെൻറ്റ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു ശാക്തീകരണം അനുഭവിക്കുവാൻ നമുക്കിടയാകണം. അത് വളരെ ആവശ്യമാണ് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്നാനപ്പെടുത്തി പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവവൈതലിനോട് കാർമ്മികൻ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രസ്താവിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു എന്നാണ്. അതൊരു ടോക്കണാണ്, അതൊരു പ്രോമിസാണ്. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സഭയുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിന് സംശയമില്ല. സഭയുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, നാം സ്വാംശീകരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. സഭയുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരാത്മാവിനെ വരുത്തുകയൊന്നും വേണ്ട. ഇവിടെ ഉണ്ട് ആത്മാവ്. എന്നാൽ ഇവിടെയുള്ള ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പ്രൈസ് ദി ലോർഡ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ പറയും, ഇവിടെ പേറ്റി സക്രിയാച്ചൻ്റെ ചാനൽ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ദർ ഇസ് ഓൺലി വൺ ചാനൽ. ഇപ്പം ഞാനിവിടെ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഒരു ടെലിവിഷൻ സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ആ ടെലിവിഷൻ സെറ്റ് ട്യൂൺ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് പല ചാനലുകൾ കാണാമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോളർ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉണ്ട്, അത് ഓഫ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചാനൽ ബോറടിക്കുമ്പോൾ അതങ്ങ് പുറകോട്ട് ചാരിയിരുന്ന് അങ്ങ് ഓഫ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു TV സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ മുമ്പിൽ നമ്മളിരിക്കുകയായിരുന്നെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു റിമോട്ട് കൺട്രോളർ ഉണ്ടായിരുന്നെങ്കിൽ, ഈ TV സെറ്റ് ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി യു വുഡ് ഹാവ് വാച്ച്ഡ് ഏഷ്യാനെറ്റോ സൂര്യയോ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് കണ്ടേനെ എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആ തരംഗങ്ങൾ ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ആ തരംഗങ്ങളുണ്ടോ ഈ അന്തരീക്ഷത്തിൽ എന്നാണ് ചോദ്യം. ഉണ്ടോ? ഉണ്ട്. വൈ ആർ വി നോട്ട് വാച്ചിങ് ഇറ്റ്? നമ്മൾ എന്തുകൊണ്ടാണത് കാണാത്തത്? ബിക്കോസ് വി ആർ നോട്ട് ട്യൂൺഡ് ആൻഡ് വി ഹാവ് നോട്ട് ട്യൂൺഡ്. നമ്മൾ ട്യൂൺ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാത്തിരിപ്പും പ്രാർത്ഥനയും ഒക്കെ നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവമാകുന്നതിന് നമ്മെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുന്നതിനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിചാരം. അതിനുള്ള ഒരു ദൈവകൃപ നമുക്ക് ഈ മാരാമൺ കൺവെൻഷനിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുന്നത് കേട്ടു, ഒരു വാട്സപ്പിനകത്ത് ഒരാൾ പറഞ്ഞു, ആദ്യം ഇതൊരു പെന്തക്കോസ്ത് കൺവെൻഷനായിരുന്നു എന്നൊക്കെ. വളരെ കാഷ്വലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു പെന്തക്കോസ്ത് കൺവെൻഷനായിരുന്നു, പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടിയുള്ളൊരു കൺവെൻഷനായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പെന്തക്കോസ്ത് കൺവെൻഷനല്ല, അതുമൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാൽ പെന്തക്കോസ്ത് തുടങ്ങിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊരു ദൈവകൃപയുടെ ശക്തിയിൽ നിറയുവാൻ, നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുഭവമാകുവാൻ നമുക്കിന്ന് സാധിക്കേണ്ടതല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. മാരാമൺ കൺവെൻഷൻ വർഷം തോറും നടക്കുന്നു, ബൈബിൾ ക്ലാസ് കേൾക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ കൺവെൻഷൻ ഉണ്ട്, യൂട്യൂബിൽ ഇഷ്ടംപോലെ പ്രസംഗമുണ്ട്, തുറന്നാൽ എവിടെയും പ്രസംഗം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ചോദ്യം ഇതാണ്, ഡു വി അപ്രോപ്രിയേറ്റ്? നമ്മളിതിനെ സ്വാംശീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. വെളുപ്പിനെ 3 മണിക്ക് ഞാൻ ഉണർന്നു പോയിന്ന്. കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും ഞാൻ ഇന്ന് സംസാരിക്കേണ്ട ഈ വചനത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉണർന്ന് കർത്താവിനോട് എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവം തമ്പുരാനെ, എനിക്കിന്ന് ഇതൊരു പ്രത്യേക അനുഭവമാകണം. ടു മീ, എനിക്കൊരു പ്രത്യേക അനുഭവമാണ്. എനിക്കൊരു പ്രത്യേക അനുഭവമായി, എനിക്കതൊരനുഭവമായെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിന് അനുഭവമാകണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളിങ്ങനെ ഒന്ന് ചാഞ്ഞ് കിടന്ന് വേണമെങ്കിൽ ഉറങ്ങാമെന്നുള്ളൊരു വിചാരത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ശ്രദ്ധയില്ലാതെ അങ്ങനെ ഇരിക്കല്ല. വി നീഡ് ടു ബി അലേർട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് അലേർട്ടായി കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ, അവൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കണം. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ ഈ മണൽപ്പുറത്ത് അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ പന്തൽ ഇളകിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഇവിടെ മുറുക്കാൻ പൊതിയും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഈ മണലിനകത്ത് കുഴിച്ചിടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ മുറുക്കാൻ പൊതി വിപ്ലവം എന്ന് പറഞ്ഞൊരെണ്ണം പോലും ഉണ്ടായി. എന്തൊക്കെയാണ് പറയുക? നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പം വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ വന്ന് കേട്ടു, ഞാനും പ്രസംഗിച്ചു പോയി. ഞാൻ എൻ്റെ ഭാര്യയോട് പറയായിരുന്നു, ഈ ഒരു സീസൺ അങ്ങ് ഭയങ്കര തിരക്കായി പോയിരുന്നു, ഒത്തിരി തിരക്കായിരുന്നു എന്ന് പറയുകയാണ്. ഒത്തിരി എന്ത് പ്രയോജനം? കർത്താവെ, എനിക്ക് പ്രയോജനം തരണമേ ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ ഉള്ളത്തോടെ സംസാരിക്കുന്ന, എൻ്റെ ഹൃദയത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ഒന്ന് ട്യൂൺ ചെയ്യാൻ, കർത്താവെ അതിന് എന്നെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരും അങ്ങനെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ കൃപയോടെ പ്രതികരിച്ച്, റെസ്പോണ്ടിങ് ടു ദ ഗ്രേസ് ഗിവൺ, നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ കൃപയോടെ പ്രതികരിച്ച് ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. അതാണ് വാക്കിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവൻ്റെ പുതുക്കത്തിലുള്ള നടപ്പ്. നമ്മളിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് എനിക്കൊരു പുതുക്കം തരണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് മാത്രമേ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുക. ഇനി ഒരു 2-3 വാക്കുകൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 2-3 വാക്കുകളെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്: ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച്, ഒന്നാമത്തെ വാക്കാ വ്യർത്ഥ ബുദ്ധി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വാനിറ്റി എന്നുള്ളതാണ്. വാനിറ്റി എന്താ വാനിറ്റി ബാഗ് എന്താണെന്നറിയാം? വാനിറ്റിയാണ്. വാട്ട് ഈസ് വാനിറ്റി? പരദേശമോക്ഷയാത്രയിൽ ക്രിസ്ത്യാനി യാത്ര ചെയ്യുമ്പോൾ, വിശ്വാസി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കടന്നു പോകുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അതിന് വാനിറ്റി ഫെയർ എന്നാണ് പേര്. മായച്ചന്ത എന്ന് മലയാളത്തിൽ ഇത് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. മായച്ചന്ത, ഇല്യൂഷനാണ്. ദർ ഇസ് നത്തിങ് റിയൽ, ഒന്നും യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ വ്യർത്ഥ ബുദ്ധി എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ലുസ്ത്രായിൽ വെച്ച് പൗലോസും ബർന്നബാസും അവിടെ മുടന്തനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവിടെ അവരെ ആരാധിക്കുവാനായിട്ട്, അവരെ ദേവന്മാരായിട്ട് ആരാധിക്കാനായിട്ട് പൂമാലയുമായിട്ട് വന്ന ഒരു ജനസമൂഹത്തോട് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വ്യർത്ഥബുദ്ധി. അവിടെ ഉണ്ട് ആ വ്യർത്ഥബുദ്ധി. നിങ്ങൾ ഈ വ്യർത്ഥബുദ്ധി ഉപേക്ഷിച്ച്, ഈ വ്യർത്ഥത ഉപേക്ഷിച്ച് ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കണമെന്ന് പറയുകയാണ്. വർഷിപ്പ് ദ ലിവിങ് ഗോഡ്. അപ്പോൾ ഈ വ്യർത്ഥബുദ്ധി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഐഡൽ വർഷിപ്പ്, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് പൊതുവെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ ഈ റോമാലേഖന 1-ാം അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഇത് വായിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അത് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഐഡലൈസേഷൻ, ഐഡൽ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം, ഒന്ന് പഠിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഐഡൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിക്കാൻ കഴിയുന്നില്ല. ദൈവമെന്നോർത്ത് ദൈവത്തെ മഹത്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇനി എപ്പാർട്ട് ഫ്രം ദ നോളജ് ഓഫ് ഗോഡ്, ദൈവികമായ ഒരറിവിൽ നിന്നും അന്യപ്പെട്ട് ട്രൂ ഹ്യൂമൻ ലൈഫ് ഹാസ് നോ മീനിങ് ഓർ ഡിറക്ഷൻ. മനുഷ്യജീവിതത്തിന് ശരിയായിട്ടുള്ള ഡയറക്ഷനില്ല, ഒരു പർപ്പസില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ജീവനുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ മനുഷ്യജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയുമുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം എന്നൊന്ന് പറ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ മാർത്തോമ്മക്കാർ ദൈവത്തിന് സ്തോത്രമെന്നും ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള സമയത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്. നമ്മളിവിടെ എങ്ങാണ്ടൊക്കെ പോയി ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ഞാൻ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് പ്രൈസ് ദി ലോർഡ് എന്ന് പറയണമെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മുദ്രാവാക്യം വിളിക്കാൻ അറിയാവുന്നവരാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അല്ലാതെ സത്യമായിട്ടും നമ്മളോട് ദൈവത്തിൻ്റെ വചനം ഇടപെടുമ്പോൾ ഒരു സ്തോത്രമൊക്കെ പറയണം. ആ സ്തോത്രത്തിൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭാഗ്യം അതാണ്. ബിക്കോസ് വി വർഷിപ്പ് ദ ലിവിങ് ഗോഡ്, ലിവിങ് ഗോഡ് അല്ല, ബിക്കോസ് വി വർഷിപ്പ് ദ ലിവിങ് ഗോഡ്. ജീവനുള്ള ദൈവത്തെ നാം ആരാധിക്കുന്നത് കൊണ്ട് നമുക്കൊരു സെൻസ് ഓഫ് ഡിറക്ഷൻ ഉണ്ട്, നമുക്കൊരു ദിശാബോധമുണ്ട്, നമുക്ക് ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ ദൈവമേ, നിന്നെ ആരാധിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് ദിശാബോധം, എൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നൊരു ഭാഗ്യം എനിക്ക് തരണമേ. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ കാര്യം എന്താ? എവറി ഡേ ഗോഡ് സ്പീക്സ് ടു അസ്, എവറി മോമെൻറ്റ് ഗോഡ് സ്പീക്സ് ടു അസ്. ദൈവം നമ്മോട് എല്ലാ നിമിഷവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കാണുന്ന ചില ഇല്യൂഷൻസ് അല്ല, വാനിറ്റി അല്ല, നമ്മൾ കാണുന്ന ചില പൊങ്ങച്ചങ്ങളല്ല, നമ്മൾ കാണുന്ന ചില ബാഹ്യമായ ഘടനകളല്ല. അതിനപ്പുറത്ത് ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിഗ്രഹവൽക്കരണം ഒരു വലിയ പ്രശ്നമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞല്ലോ, വിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വാനിറ്റി, വ്യർത്ഥബുദ്ധി എന്നുള്ളൊരു വാക്ക് വേദോസത്തിലുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രോബ്ലമാണ് ഐഡലൈസേഷൻ, വിഗ്രഹവൽക്കരണം എന്നുള്ളത്. എൻ്റെ നാട്ടുകാരൻ, കോന്നിക്കാരൻ, വകയാറ്റുകാരനായിരുന്നു നിത്യചൈതന്യയതി എന്നുള്ള സ്വാമി. അദ്ദേഹം പണ്ടെഴുതിയ മനോഹരമായ ഒരു ചെറുകഥയുണ്ട്. ആ ചെറുകഥ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു കൃഷ്ണക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് ജീവൻ വെച്ചതിനെക്കുറിച്ചും ആ ജീവൻ വെച്ച വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ആരാധകർ പോയി ഇത് ദൈവമൊന്നുമല്ല, വെറുതെ പ്രൊഫസർ സർക്കാർ ഞങ്ങളെ കൺകെട്ട് കാണിക്കുന്നതാണ്, മായാജാലമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യുകയും ദൈവത്തെ പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പരീക്ഷിച്ചത് ഒറ്റ സുറിയാനി ക്രിസ്ത്യാനി ഇല്ലാത്ത സ്ഥലമായിരുന്നെങ്കിലും എടുത്തുകൊണ്ട് പോയത് ഒരു കല്ലെടുത്തുകൊണ്ട് പോയി ഇത് സ്വർണ്ണമാക്കാൻ കൽപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സ്വർണ്ണമാകട്ടെ എന്ന് കൽപ്പിച്ചു. അത് കഴിഞ്ഞ ഉടനെ അവർ വലിയ ഭാരമുള്ള കല്ലുകൾ എടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം സ്വർണ്ണമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ ഉടനെ ദേവൻ പിണങ്ങി, അദ്ദേഹം അതിനോട് റെസിസ്റ്റ് ചെയ്തു. ഉടനെ അവർ കല്ലും കൊഴിയും എടുത്തു, അദ്ദേഹം പുറകോട്ട് പോയി വിഗ്രഹത്തിൽ അങ്ങ് വിലയം പ്രാപിച്ചു എന്നാണ് കഥ. ഇത് പഴയ സ്റ്റോറിയാണ്, ഞാൻ വായിച്ചിട്ടുള്ള പഴയ സ്റ്റോറിയാണ്. പ്രിയപ്പെട്ടവരെ, അത് എൻ്റെ ചിന്തകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നായതുകൊണ്ട് ഞാൻ പറയാം, ഐഡലൈസേഷൻ അല്ലെങ്കിൽ വിഗ്രഹവൽക്കരണം എന്നുള്ളത് ഒരു ജീവനുള്ള ദൈവത്തെ നമുക്കാർക്കും വേണ്ട. വി ആർ വെരി സാറ്റിസ്ഫൈഡ് വർഷിപ്പിംഗ് എൻ ഐഡൽ. ഒരു ഐഡലിനെ വർഷിപ്പ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പറയാം നമ്മുടെ പള്ളിയിലെങ്ങും ഒരു ഐഡലും ഇല്ലെന്ന്, ഒന്നുമില്ലെന്നാണ് നമ്മൾ പറയുക. പക്ഷേ ദൈവവചനം കേൾക്കുന്നുമില്ല, ദൈവവചനം കേട്ടിട്ട് അതിനോട് പ്രതികരിക്കുന്നുമില്ല. സത്യത്തിൻ്റെ മാർഗം ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പെൺകൊച്ചിന്, പാവപ്പെട്ട ഒരു നല്ല നിഷ്കളങ്കയായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് കല്യാണാലോചന വന്നു. അപ്പോൾ അവളുടെ അപ്പനും അവൾക്കും വലിയ സങ്കടം. അത് കത്തോലിക്ക സഭയെന്നാണ്. വേറെ നിവൃത്തിയില്ല, ഒരുപാട് ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വന്നപ്പോൾ അവർ വന്ന് എന്നോട് ചോദിക്കുകയാണ്, അച്ഛോ എന്തോ പറയുന്നത് വെച്ചാൽ. ഞാൻ മാർത്തോമായിലെ അച്ഛൻ എന്താ പറയേണ്ടത് നിങ്ങൾ പറ. അപ്പോൾ എന്നോട് ആ കുട്ടി പറഞ്ഞു, അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം, അവിടെ മുഴുവൻ വിഗ്രഹം അച്ഛാ. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നീ പള്ളി വന്നാൽ 500 വിഗ്രഹങ്ങളാണ് അവിടെ ഇരിക്കുന്നത്, പിന്നെ നീ മുമ്പിൽ നിൽക്കുന്നതും ഒരു വിഗ്രഹമാണ്, അതോർത്താൽ മതി എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഈ ദൈവം ഇങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ദൈവത്തെ ഒരു വിഗ്രഹമാക്കി സൂക്ഷിക്കുന്ന അപജയ ആണ് നമ്മെ ജീവൻ്റെ പുതുക്കത്തിലും തടസ്സപ്പെടുത്തുന്നത് എന്ന് ഈ വചനം നമ്മോട് പറയുകയാണ്. നാം എന്തിലൊക്കെയാണ് ഇന്ന് വാനിറ്റി കണ്ടെത്തുന്നത്? എന്തിലൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അഭിരമിക്കുന്നത്? നമ്മൾ ഒരു വചനവും കേൾക്കാതെ, ഈ അടുത്ത സമയത്ത് ഞാനൊരു ഒരു 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 ധ്യാനയോഗത്തിന് പോയി. അപ്പോൾ അവിടെ ധ്യാനയോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടെ അവർ വണ്ടിക്കൂലിക്ക് പൈസ തരാൻ വന്നു. ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിക്കാൻ ചെന്നതിൻ്റെ കാരണം അതിൻ്റെ സംഘാടകരെ ഒന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നെ വിളിച്ചവരെ ഒന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. അവർക്കാർക്കും ഇത് വേണ്ട. അവരെല്ലാം തല വലിയ ഉറുമ്പുകളായിട്ട് ഇങ്ങനെ ചുറ്റും നടക്കുകയാണ്, അങ്ങനെ നടക്കുകയാണ്. അവർക്കാർക്കും ഇതൊന്നും വേണ്ട. അതിനൊരു പ്രതിഷേധം ഉണ്ടായി എനിക്ക്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഒരുപാട്
ഒരുപാട് കാര്യങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിനു വേണ്ടിയാണ് എന്നാണ് നമ്മുടെ വെപ്പ്. ദൈവത്തിന് വേണ്ടിയാണ് എന്നാണ് വെപ്പ്. പക്ഷേ പടത്തിനകത്ത് വരണം, ചിത്രമാകണം, ഫോട്ടോ ആകണം എന്നുള്ളതാണ്. ഫോട്ടോ ആകുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട് കേട്ടോ. ഭിത്തിയെ കയറുക, ഫോട്ടോ ആകുക, പോസ്റ്റേ കയറുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ പടമാകാനുള്ള താല്പര്യമാണ്. മുഴുവൻ പടമാണ്. അതാണ് പ്രശ്നം. മുഴുവൻ പടം, ജീവനില്ല. ഒരുപാട് ആത്മീയ സംഘടനകളിൽ ഈ പടമേ ഉള്ളൂ. ഒരുപാട് ആത്മീയ സംഘടനകളിൽ ജീവനില്ല. ഒരുപാട് ആത്മീയ പ്രവർത്തകർക്ക് അവരവരുടെ കാര്യം സാധിക്കണമെന്നേ ഉള്ളൂ. അവരവർക്ക് പേരുണ്ടാക്കണമെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രശ്നമല്ലേ? വാനിറ്റി. നമ്മുടെ വാനിറ്റി എന്താ? നമ്മളൊന്ന് വെറുതെ ഒന്ന് ധ്യാനിച്ച് നോക്കൂ. നമ്മുടെ വാനിറ്റി എന്താ? നമ്മൾ കടന്നു പോകുന്ന വാനിറ്റി ഫെയർ എന്താ? നമ്മുടെ വ്യർത്ഥ ബുദ്ധി എന്താ? ഒന്ന് ആലോചിച്ചു. 2, നമ്മൾ വായിക്കുന്ന അന്ധബുദ്ധി എന്നാണ്. രണ്ടാമതൊരു വാക്കാണ് അന്ധബുദ്ധി. എന്താണ് ഈ അന്ധബുദ്ധി? ബ്ലൈൻഡ് ഐസ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ഇൻ്റലിജൻസ് എന്നുള്ള ഒരു ബ്ലൈൻഡ് റീസണിങ്. ആന്തരികമായ അന്ധകാരമാണ്. സത്യവെളിച്ചവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ ലൈറ്റ്. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ വായിച്ച ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ഹൃദയത്തിൽ പ്രകാശനം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ഈ പ്രകാശത്തിൻ്റെ സ്രോതസ്സുമായി ഒരു ബന്ധവും ഇല്ലാതെ എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ മുഴുവൻ അന്ധകാരമാണ്. അന്ധബുദ്ധി, ബ്ലൈൻഡ്, ആ തരത്തിലുള്ള ഒരനുഭവം. അപ്പോൾ ഈ വ്യർത്ഥബുദ്ധിയുടെയും അന്ധബുദ്ധിയുടെയും ഫലമായി ഉണ്ടാവുന്ന മറ്റൊരു കാര്യമാണ് അകൽച്ച, ഏലിനേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും അകന്ന് എന്നുള്ളൊരു വാക്കുമാണ്. അപ്പോൾ ഞാനിത് ഒന്നിച്ച് പറയുകയാണ്. 3 വാക്കുകളാണ്: വാനിറ്റി, ദെൻ ബ്ലൈൻഡ്നെസ് ആൻഡ് ഏലിനേഷൻ. വാനിറ്റി, ബ്ലൈൻഡ്നെസ് ആൻഡ് ഏലിനേഷൻ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഏറ്റു പറയാൻ കഴിയുന്ന ആളുകളാണ് എന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ ഞാനീ പറയുന്നത് മനസ്സിലാകാത്ത ഒരു ഭാഷയല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി, ദൈവത്തിൽ നിന്നുള്ള അകലം. അതിന് ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്. വാനിറ്റി, ഡാർക്ക്നെസ് ആൻഡ് ഏലിനേഷൻ ഫ്രം ഗോഡ്. ദൈവസന്നിധി നിന്നുള്ള അകലം. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ പറ്റില്ല. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അകൽച്ച, ഏലിനേഷൻ. ആദ്യം മുതലേ ഏദൻ തോട്ടത്തിൽ അന്ന് മുതലാണ് ഈ ഏലിനേഷൻ എന്നൊരു വാക്ക് നമ്മൾ കാണുന്നത്. അതായത് ദൈവം, യഹോവയായ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവം വന്ന് വിളിക്കുന്ന ഉടനെ അവിടെ കാണേണ്ടിടത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ദേ വെർ മിസ്പ്ലേസ്ഡ്, അല്ലേ? ആദമേ നീ എവിടെ എന്നുള്ളൊരു ചോദ്യം ഇന്നും മുഴങ്ങുകയാണ്. നമ്മളെല്ലാം ആദമാണ്. ഈ ആണും പെണ്ണും എല്ലാം ആദമാണ്. അത് കമ്മ്യൂണിറ്റി നെയിമാണ്. അതായിട്ടാണ് ആദ്യം ഉപയോഗിച്ചേക്കുന്നത്, കമ്മ്യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ ആദമേ നീ എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. വേർ ആർ യു? നീ എവിടെയാണ്? ആർ യു മിസ്പ്ലേസ്ഡ്? മാറിയിരിക്കുകയാണോ? ആർ യു ഏലിയനേറ്റഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ അകന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. വി ആർ നോട്ട് ഏബിൾ ടു എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒത്തിരി വലിയ പ്രശ്നമാണ്. പള്ളിയിൽ പോയാൽ ഒരു ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. പിന്നെ വീട്ടിൽ പ്രാർത്ഥിക്കാനിരുന്ന ദൈവസാന്നിധ്യം ഇല്ല. മൊത്തത്തിലൊരു ദൈവസാന്നിധ്യത്തിൻ്റെ കുറവ്. ഇതിനെന്താ പരിഹാരം? വാട്ട് ഈസ് ദ പനേഷ്യ ഫോർ ദാറ്റ് ആൻഡ് വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ദാറ്റ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ മൊത്തത്തിലൊരു ഉത്തരം പറയുകയാണ്. ക്രിട്ടിക്കലി എക്സാമിൻ അവർസെൽസ്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. നമുക്ക് ഈ പറയുന്ന ഈ സ്റ്റെപ്പ് വല്ലോ നമ്മുടെ ജീവിതത്തിൽ വാനിറ്റി, പിന്നെ ഡാർക്ക്നെസ്, ഏലിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിറ്റീരിയറേഷൻ്റെ പ്രോഗ്രഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിൻ്റെ ഒരു തകർച്ചയുടെ ആ ഒരു പ്രോഗ്രഷൻ നമ്മുടെ ഭാഗത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണെന്ന് താഴെ പറഞ്ഞു, അല്ലെങ്കിൽ ആ വാക്യത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ 2 കാരണങ്ങൾ. ആ വാക്യം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മലയാളം വേദപുസ്തക വാക്യമാണ്. വളരെ കോംപ്ലക്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ സെൻറ്റൻസ്. ഇറ്റ് കുഡ് ബി എ കോംപ്ലക്സ്. കോമ്പൗണ്ടും അല്ല, കോംപ്ലക്സ് ആണ്.
അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ്. അത് ഇങ്ങനെ വളരെ നന്നായിട്ട് വില്യം ബാർക്ലേ ചെയ്യുന്നത് പോലെ ഓരോന്ന് ചെറുതായി ഭാഗിച്ച് മാത്രമേ അത് കാണാനും പഠിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഞാനിപ്പോൾ അതുകൊണ്ട് 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ അല്പബുദ്ധി അല്ല വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി, ഈ ഏലിയനേഷൻ എന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അജ്ഞത, 2 ഹൃദയ കാഠിന്യം, ഇഗ്നറൻസ് ആൻഡ് ദ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. എൻ്റെ കൂടെ നിങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇനി അല്പം ഒന്ന് പറയണമല്ലോ. ഇഗ്നറൻസ് നമ്മൾ പറയുന്നുണ്ട്, ഈ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തതൊക്കെ ദൈവം ക്ഷമിക്കുമെന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അറിവില്ലായ്മയുടെ കാലത്ത് സംഭവിച്ചതൊക്കെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. എന്നാൽ അറിവെന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഇറ്റ് ദി ഇൻഫർമേഷൻ അറ്റ് ദ ഫിംഗർ ടിപ്സ്, നമ്മുടെ വിരൽത്തുമ്പത്തുള്ള ഇൻഫർമേഷനാണോ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഇതൊരു വാക്യമാണ്, നമ്മൾ പഠിക്കേണ്ട വാക്യമാണല്ലേ. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നാ. അപ്പോൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെങ്കിൽ യഹോവ ഭക്തിയിൽ നമ്മെ വളർത്തുന്നത് ആണ് ആവശ്യം. അല്ലെങ്കിൽ ആ യഹോവ ഭക്തിയാണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഇറ്റ് ഈസ് അവർ ലൈസൺ വിത്ത് ദ ലിവിങ് ഗോഡ്. ജീവിക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ ലൈസനാണ്, വസ്തുതല റിലേഷൻഷിപ്പാണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം. അറിവിൻ്റെ അല്ലേ, പലതരം അറിവുകളുണ്ട് അല്ലേ? ഉണ്ട്. ഒരു കപ്പ്യാരെ അച്ഛൻ മണ്ടാന്നേ വിളിക്കത്തുള്ളായിരുന്നു. മണ്ട. പണ്ടത്തെ അച്ഛന്മാരും പണ്ടത്തെ കപ്പ്യാരും, ഇപ്പോഴും ആരും അങ്ങനെയൊന്നും വിളിക്കാറില്ല. അപ്പോൾ പണ്ടത്തെ ഒരു കപ്പ്യാരാണ് മണ്ട എന്നേ വിളിക്കത്തുള്ളൂ. അപ്പോൾ അച്ഛൻ കുർബാനയ്ക്ക് ഇങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ പഴയ കുപ്പിയാണ്, കുപ്പിക്കകത്ത് കോർക്ക് വെച്ച് അടച്ചേക്കുന്നു. ഈ അച്ഛൻ എത്ര നോക്കിയിട്ടും കോർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ഇങ്ങനെ നഖമില്ലാത്ത ഇത് വെച്ച് ഇങ്ങനെ എടുക്കാൻ നോക്കുകയാണ്, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കപ്പ്യാർ ഇങ്ങോട്ട് വെച്ചാൽ അച്ഛൻ്റെ കൊടുത്തു, ആ കപ്പ്യാരുടെ കൊടുത്തു. പുള്ളി താഴോട്ടൊരു ഞെക്ക് വെച്ച് കൊടുത്തു, അതങ്ങ് താഴോട്ട് പോയി. അപ്പോൾ അത് അങ്ങ് തുറന്നു കിട്ടി. അപ്പോൾ ഇതുവരെ മണ്ടൻ എന്ന് വിളിച്ചവനാണോ മണ്ടൻ, അതോ നേരത്തെ മണ്ടനായിരുന്നവനാണോ മണ്ടൻ? ആരാണ് മണ്ടൻ? ഇപ്പോൾ ആരാണ് മണ്ടനായത്? അപ്പോൾ പലതരം ജ്ഞാനമുണ്ട്. അറിവുകളിങ്ങനെ വ്യത്യസ്ത തലങ്ങളാണ്. എൻ്റെ അപ്പച്ചൻ എന്നോട് ഞാൻ BA പഠിക്കുന്ന സമയത്ത് തടിയുടെ ക്യൂബിക്കടി കൂട്ടാൻ പറയായിരുന്നു. എനിക്കുണ്ടോ ക്യൂബിക്കടി കൂട്ടാൻ അറിയാം? അപ്പച്ചനാണെങ്കിൽ ഉടനെ ഗുണനപ്പട്ടിക ഇതെല്ലാം കാണാതെ അറിയാം. അപ്പോൾ ഒന്ന് ഇതെല്ലാം 16 എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല, 96 എന്നായിരിക്കും. അപ്പോൾ അതങ്ങോട്ട് അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് പറയുകയാണ്. കണക്ക് കൂട്ടി ഈ ക്യൂബിക്കടിയൊക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ. ഞാൻ BA-കാരനെ എനിക്കറിയാമോ, ഞാനിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. 1 ഗുണം 3 ഗുണം 10 ഗുണം എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടി കണ്ടെത്താനായിട്ടൊക്കെ ശ്രമിക്കുക. എനിക്കറിയത്തില്ല. ഞാൻ BA-ക്കാണ്, എൻ്റെ അപ്പച്ചൻ 4ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ആർക്കാ അറിവുള്ളത്? വ്യത്യാസമുണ്ടല്ലേ, വ്യത്യാസമുണ്ട്. ഈ ദൈവിക പരിജ്ഞാനത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് എൻ്റെ വിചാരം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒരുവൻ ദൈവ പരിജ്ഞാനത്തിൽ മുതിർന്നു വരണമെന്നില്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ദൈവിക പരിജ്ഞാനത്തിൻ്റെ വേറൊരു മേഖലയിലേക്ക് നമ്മെ നയിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാൾ ഉപരിയാണ്. ഞാനീ അച്ഛനായത് 1981 പട്ടക്കാരനായ. അന്ന് ആദ്യമായി തിയോളജി കഴിഞ്ഞ് മദ്രാസിലെ കൊച്ചച്ഛനായിട്ടാണ് പോയത്, ചെട്ട്പട്ട് പള്ളിയിൽ. അത് കഴിഞ്ഞ് വന്ന് ചുങ്കത്തറയിൽ കോളേജിൽ പഠിപ്പിക്കാനൊക്കെ എന്നോട് ആവശ്യപ്പെട്ട് കോളേജിൽ വന്ന് അവിടുത്തെ ചുങ്കത്തറയിലെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഈ ദൈവവചനം പറയുന്ന അവരുടെ ദൈവവചനത്തിൻ്റെ ആ ഒരു ആഴവും അതിനകത്തുള്ള അവരുടെ ആർജവവും കണ്ടപ്പോൾ MA BD വെറും ചുമ്മാതാന്ന് മനസ്സിലായി. എനിക്ക് ഒന്നുമില്ല. കാരണം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത് അറിവുള്ള തീത്തോസ് ഉപദേശിയും പിന്നെ KN എബ്രഹാമും മത്തായിക്കുട്ടി ഉപദേശിയും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധി നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ നടത്തുന്ന കണ്ടപ്പോൾ ഞാൻ ലജ്ജിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. വൈ വി ആർ ഇഗ്നറൻറ്റ്? നമ്മൾ എന്തുകൊണ്ടാണ് ഇഗ്നറൻ്റായി പോകുന്നത്, നമ്മുടെ പരിജ്ഞാനമില്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയോ ദൈവഭക്തിയുടെ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ രീതിക്കനുസരിച്ചും നമ്മുടെ
ഒരറിവിനനുസരിച്ച് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചും ചാഞ്ഞു വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു താല്പര്യമല്ല, നമ്മുടെ താല്പര്യം അനുസരിച്ച് ചാഞ്ഞു വരുന്ന ഒരു ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളതെങ്കിൽ അത് ദൈവഭക്തിയല്ല. ആ ദൈവഭക്തി നമ്മെ പരിജ്ഞാനത്തിൽ വളർത്തുകയുമില്ല. ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ ദൈവത്തിന് സ്തോത്രം പറയും? ഇവിടെ എല്ലാവരും പഠിച്ചവരും നന്നായിട്ടൊക്കെ ഇപ്പോൾ ദൈവത്തിനൊരു സ്തോത്രം പറ. കർത്താവേ, എനിക്ക് നിൻ്റെ സന്നിധിയിലിരുന്ന് നിന്നോടുള്ള ബന്ധത്തിലാണ്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള ആ ഒരു ആപ്തവാക്യം എൻ്റെ ജീവിതത്തിൻ്റെ സൂത്രവാക്യമായിട്ട് മാറുക. സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സൂത്രമല്ല, സൂത്രം ഫോർമുല. എൻ്റെ ജീവിതത്തിൻ്റെ ഫോർമുല ആണ് ഈ ആപ്തവാക്യം. എന്ത്? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള ആ ഒരെണ്ണം. ഒന്ന്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഹൃദയ കാഠിന്യം, ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. ഹൃദയത്തിൻ്റെ തഴമ്പെന്നൊരു വാക്കാണ് ഉപയോഗിച്ചേക്കുന്നല്ലേ? തഴമ്പിച്ച ഹൃദയം. എന്താണ് തഴമ്പ്? നമുക്കറിയാം, ചിലരുടെയൊക്കെ കയ്യിലോട്ട് പിടിച്ചു നോക്കിയാൽ ഇരുമ്പെ പിടിക്കുന്ന പോലെ ഇരിക്കുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ആ കരമൊക്കെ പിടിക്കുന്നതാണ്. ദൈവം തമ്പുരാനെ, ഇതെന്തൊരു കരമാണ് എന്നുള്ളൊരു തോന്നലും ദൈവത്തിന് നന്ദിയും പറയണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊരു കരമാണ് ഇതിപ്പോൾ! എന്തിനു കൊള്ളാം, വെറുതെ. പക്ഷെ അത് ഭയങ്കര ഈ നല്ല തഴമ്പുള്ള കരം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ തഴമ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ഇൻസെൻസിറ്റിവിറ്റി എന്നുള്ളതാണ്. കാലോസ് ഇൻസെൻസിറ്റിവിറ്റിയാണ്. അതായത് സംവേദനമില്ലാതെ പോകുന്ന ഒരവസ്ഥ. ഹൃദയത്തിൻ്റെ തഴമ്പിക്കൽ എന്നുള്ളതാണ്. ഹൃദയം തഴമ്പിച്ച് പോകുമ്പോൾ ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്ന ഹൃദയ കാഠിന്യം, തഴമ്പ്. നോവിൻ്റെ സംവേദനങ്ങളെ സ്വീകരിക്കുവാൻ കഴിയാത്ത പ്രതിരോധം. ഞാനിപ്പോൾ പറഞ്ഞു ശ്രദ്ധിച്ചോ? നോവിൻ്റെ സംവേദനങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്ത പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് കാലസ്. അതാണ് നമ്മുടെ തഴമ്പ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നോവിൻ്റെ സംവേദനങ്ങളുണ്ടോ? അങ്ങനെയുണ്ടോ? അതാണല്ലോ അന്ത്യന്യായ വിധി, ഇല്ലയോ? അങ്ങനെയല്ലേ നമ്മൾ മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ വായിക്കുന്നത്? നോവിൻ്റെ സംവേദനങ്ങളെ സ്വീകരിച്ചവനാണ് സ്വീകരിക്കപ്പെട്ടവൻ, അല്ലേ? നോവിൻ്റെ സംവേദനങ്ങളെ കാണാതെ കടന്നുപോയവൻ ഒരിക്കലും സ്വീകരിക്കപ്പെട്ടവനല്ല. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ എന്താ പറയുക, റിഫ്ലക്സായിട്ട് നന്മ പ്രവൃത്തികൾ വരുന്നതാണ്, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് എ കാൽക്കുലേറ്റഡ് ആൻഡ് പ്രീ മെഡിറ്റേറ്റഡ് ഗുഡ്നെസ്. ഇറ്റ് ഈസ് നോട്ട് എ കാൽക്കുലേറ്റഡ് ആൻഡ് പ്രീ മെഡിറ്റേറ്റഡ് ഗുഡ് വർക്ക്. ഓൺ ദി അതർ ഹാൻഡ് ദറ്റ് കംസ് ഔട്ട്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നോവിൻ്റെ സംവേദനങ്ങളെ സ്വീകരിക്കാനുള്ള ഒരനുഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ തഴമ്പ് ഹൃദയത്തിൽ ഇങ്ങനെ വല്ലാതെ ബാധിച്ചപ്പോൾ ഞാനിങ്ങനെ വായിച്ചെഴുതി, നോ റെസ്ട്രെയിൻസ് ടു ദ വേഴ്സ്റ്റ് എക്സസസ് ഓഫ് ഈവിൽ കണ്ടക്ട്. ടു ദ വേഴ്സ്റ്റ് എക്സസസ് ഓഫ് ഈവിൽ കണ്ടക്ട്. തിന്മയുടെ എന്ത് കണ്ടാലും യാതൊരു തരത്തിലും ഒരു സംവേദനവും ഒരു നോവനുഭവവും ഇല്ലാത്ത നോമ്പനുഭവങ്ങൾ നമുക്കുണ്ട്. റൈറ്റ്? അതാണ് അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. നോവനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം നോ റെസ്ട്രെയിൻസ് ടു ദ ഈവിൾസ് എന്നാ. ഈ അടുത്ത സമയത്ത് എനിക്ക് ദൈവം തമ്പുരാൻ തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായിരുന്നു ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 4 അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഒരു മെഡിറ്റേഷൻ. ഞാനത് ഈ പ്രാവശ്യത്ത് എവിടെയൊക്കെയോ ധ്യാനയോഗത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നെ അതിനകത്ത് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കോബോധ് സൃഷ്ടിക്കപ്പെട്ട ഒരു സാമൂഹ്യ പരിതസ്ഥിതിയെക്കുറിച്ചാണ്. ഇക്കോബോധ് ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. 1 ശമൂവേൽ 4 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് ഇക്കോബോധ്. എന്താണ് ഇക്കോബോധ്? നമുക്കറിയാം എന്താണ്. പ്രിയപ്പെട്ടവരെ, ഈ ഫെലിസ്ത്യർ പെട്ടകം പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് വായിക്കുന്നത്, അല്ലേ? പണ്ട് എബനേസറിൽ പെട്ടകം, എബനേസർ വിജയത്തിൻ്റെ തീരമാക്കാൻ ആഗ്രഹിച്ച് എബനേസറിലേക്ക് കെരൂബുകളുടെ മധ്യത്തിലിരുന്ന പെട്ടകത്തെ പുരോഹിതന്മാർ എടുത്തുകൊണ്ട് വന്നു. ആ പുരോഹിതന്മാർ ഹൊഫ്നിയും ഫീനഹാസും ഒക്കെ ആയിരുന്നു. ശമൂവേലിൻ്റെ മുമ്പുണ്ടായിരുന്ന ഏലിയുടെ പുത്രന്മാരായിരുന്നു അവർ. ആ പെട്ടകം എടുത്തുകൊണ്ട് വന്നു. പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പാളയത്തിൽ ഭയങ്കര ആരവമുണ്ടായി. ആകാശം കിടുങ്ങുമാർ ആരവമുണ്ടായി. ആരവം ആരാധനയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു.
ആർജവമില്ലാത്ത ആരവങ്ങൾ ആരാധനയല്ല. പ്രിയപ്പെട്ടവരെ, ആർജവമില്ലാത്ത ആരവങ്ങളൊന്നും ആരാധനയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്ന് അവർ ജയിക്കേണ്ടതായിരുന്നു. എന്താ സംഭവിച്ചത്? പെട്ടകം പിടിക്കപ്പെട്ടു. ഫെലിസ്ത്യ ദേശത്തേക്ക് പെട്ടകം കൊണ്ടുപോയി. പെട്ടെന്ന് ഞാൻ പറയുകയാണ് ആ സംഭവം. അങ്ങനെ ഫെലിസ്ത്യ ദേശത്തേക്ക് പെട്ടകം പിടിച്ചു കൊണ്ടുപോയി എന്ന് അറിയുമ്പോൾ ഹൊഫ്നിയും ഫീനഹാസും പടക്കളത്തിൽ പട്ടു എന്ന് അറിയുമ്പോൾ അപ്പൻ ഏലി 97-98 വയസ്സുള്ളവൻ ആസനത്തിലിരിക്കുകയായിരുന്നു. പിറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചുപോയി എന്നവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഫീനഹാസിൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവൾക്ക് പ്രസവ വേദന വന്നു. അവൾ പ്രസവിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. ആ മകൻ ആൺകുഞ്ഞായിരുന്നു. ആ പേരിട്ടു എന്ത്? ഇക്കോബാദ്. എന്താണ് ഇക്കോബോദ്? ഇക്കോബോദ് മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി. മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി. മാരാമൺ കൺവെൻഷൻ്റെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ നൂറ്റാണ്ടിൽ ഇന്ന് ജീവിക്കുന്ന സമകാലീന സമൂഹത്തോട്, ഇന്നലെ ഹസ്മീൻ താജ്ബി ഒരു ശ്വാസം വിട്ടാതെ പറയുന്ന ഒരു 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 ബിറ്റ് ഞാനിങ്ങനെ വാട്സപ്പിൽ കണ്ടു. മാതൃഭൂമിയുടെ 24-ൻ്റെയോ മറ്റോ ഒരു വാർത്താവതാരകനാണല്ലോ താജ്മി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഈ അടുത്ത സമയത്ത് സംഭവിക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ച്, അമ്മയെ കൊന്നതിനെക്കുറിച്ചും അപ്പനെ കൊന്നതിനെക്കുറിച്ചും സഹോദരനെ കൊന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള രക്തക്കറ പുരണ്ട വാളുകളുടെ കഥകളാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്ന് കേട്ടാൽ അറച്ചു പോകും. അതുപോലെയാണ് കഴിഞ്ഞ 1.5 മാസമായിട്ട് കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിങ്ങനെ വളരെ ശക്തമായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ വചനത്തിൽ ശമൂവേൽ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇക്കോബോധുകളുടെ ജനനമുണ്ടാകുന്ന തലമുറയാണ് നമ്മുടെ തലമുറ. പ്രിയപ്പെട്ടവരെ, ഇക്കോബോധുകളുടെ ജനനമുണ്ടാകുന്ന തലമുറയെ പ്രതിരോധിക്കുവാൻ കഴിയേണ്ടത് ഈ സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളിലൂടെ ആയിരുന്നു. പക്ഷേ ഈ ദൈവമക്കൾക്കും അതിന് കഴിയാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട്. പെട്ടകം ചുമക്കുന്നവരുടെ അശുദ്ധി, പെട്ടകം ചുമക്കുന്നവരുടെ അശുദ്ധി ഇക്കോബോധുകളെ സൃഷ്ടിക്കുകയാണ്. പെട്ടകം സൃഷ്ടിക്കുന്നവരുടെ അശുദ്ധി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ അച്ഛന്മാരെക്കുറിച്ചോ ശുശ്രൂഷകന്മാരെക്കുറിച്ചോ ഉപദേശിമാരെക്കുറിച്ചോ ആണ്. അവരെക്കുറിച്ചാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അവരെക്കുറിച്ചുകൂടാണ്. അതിന് മാറ്റമൊന്നുമില്ല. എന്നെക്കുറിച്ചുകൂടാണ്. അത് എക്സ്ക്ലൂസീവ് അല്ല അത് പറഞ്ഞു. പിന്നെ വീട്ടിലെ പെട്ടകം ചുമക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് എല്ലാവരും. വീടിനകത്താണ് സ്പിരിച്വാലിറ്റി. ആണോ? അതോ ഇത് സൺഡേ സ്കൂൾ അധ്യാപനം ഏൽപ്പിച്ചിരിക്കുവാണോ? സൺഡേ സ്കൂൾ അധ്യാപനം ഏൽപ്പിച്ചാൽ വല്ലതും നടക്കുമോ? പള്ളിയിലെ അച്ഛനെ ഏൽപ്പിച്ചാൽ വല്ലതും നടക്കുമോ? കർത്താവേ, വീടിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ടായില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉണ്ടാവുക? പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിലിരിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരു തലമുറ ദൈവത്തിൻ്റെ കരുണയിൽ ഉണ്ടാവണം പ്രിയപ്പെട്ടവർ. അല്ലെങ്കിൽ ഇക്കോബോധുകൾ സൃഷ്ടിക്കപ്പെടും. ഞാൻ ആ ഭാഗം വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്, ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. Because of that, there is no communication, there is no spiritual communication, there is no revelation. Because there is no revelation, ജനം മര്യാദ വിട്ട് നടക്കുകയാണ്. വെളിപ്പാടില്ലാത്തയിടത്ത്, ദർശനമില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്നുള്ള ഒരു വചനമാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും വേഗം, വളരെ പെട്ടെന്ന്. ഇവിടെ ഈ അടുത്ത ഒരു വാചകം, അതായത് 14 മുതൽ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്നത് മനസ്സിലാക്കാൻ. എന്നാൽ ഈ 5 മിനിറ്റ് കൊണ്ട് ഞാനതൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് എന്ന് തുടങ്ങുകയാണ്. 2 വാക്കുകളാണ്. യേശുവിനെക്കുറിച്ച്, യേശുവിൽ നിന്ന് പഠിച്ചത്, യേശുവിനെക്കുറിച്ച് പഠിച്ചത്, തുടർന്ന് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുന്നത് എന്നാണ്. എനിക്ക് പറയാനുണ്ട്, പൗലോസ് അപ്പോസ്തലൻ്റെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ ശക്തീകരിച്ച് പറയുന്നത് യേശു ക്രിസ്തു എന്നുള്ള പദത്തേക്കാൾ ക്രിസ്തു യേശു എന്നുള്ള പദമാണ്. ക്രിസ്തു യേശുവാണ്. ക്രിസ്തു യേശു, ദി എക്സാൾട്ടഡ് ക്രൈസ്റ്റ്, ആൻഡ് ഹീ could encounter him at the gates of Damascus. അല്ലേ? ദമസ്കോസിൻ്റെ പടിവാതിലിൽ അങ്ങനെയാണ് സംഭവിച്ചത്. നീ ഉപദ്രവിക്കുന്ന നസ്രായനായ
യേശുവാണ് ഞാൻ, നീ ആരാകുന്നു കർത്താവേ എന്നാണ് ചോദ്യം. അപ്പോൾ നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാണ്. നസ്രായനായ യേശുവിനെ ചരിത്രത്തിൽ ആളത്വത്തിൽ പൗലോസ് അപ്പോസ്തലൻ കണ്ടിട്ടില്ല, എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് കണ്ടത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ അനുഭവിച്ചത് എക്സാൾട്ടഡ് ക്രൈസ്റ്റായിട്ടാണ്. എന്നാൽ ഈ എക്സാൾട്ടഡ് ക്രൈസ്റ്റ് ഈ ലോകത്തിൽ യേശുവായി മറിയാമിൽ നിന്ന് ജഡം ധരിച്ച് യോഹന്നാനോട് മാമോദിസ ഏറ്റ ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായെ. ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ? അതായത് കുർബാന തുടങ്ങുന്ന ഉടനെ മറിയാമിൽ ജനിച്ച് അന്നേരം അച്ഛനിങ്ങോട്ട് വന്നപ്പോൾ അച്ഛൻ്റെ ഇന്നത്തെ കാപ്പായതാണ്, അച്ഛൻ ധൂവക്കുറ്റി വീശിയത് ശരിയാണോ, പുക കൂടിപ്പോയി അതുകൊണ്ട് ചുമയാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലാണോ നിൽക്കുന്നത്. എന്നാൽ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള മറിയാമിൽ നിന്ന് ജഡം ധരിച്ച് യോഹന്നാനോട് മാമോദിസ കൈക്കൊണ്ട് ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ. ആരാണിവൻ? ഈ ചരിത്ര പുരുഷനായ യേശു ആരാണ്? എനിക്ക് ക്രിസ്തുവാണ്. എക്സാൾട്ടഡ് ക്രൈസ്റ്റാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചരിത്ര പുരുഷനായ യേശുവിനെ ഇങ്ങനെ ആഘോഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് ഒത്തിരി. എനിക്കിഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല. ക്രിസ്മസിനൊക്കെ എന്തൊരാഘോഷമാണ്, കർത്താവ് അങ്ങനെ കൃബി കിടക്കുകയാണല്ലേ. എന്തുമാത്രം കൃബായിരുന്നു ഈ പ്രാവശ്യം. തിരുവല്ലയിലാണ്ട് 3000 പാപ്പാമാരാണ് ഒരുമിച്ച് വന്നതെന്നാണ് പറഞ്ഞത്. 3000 പാപ്പാമാർ പബ്ലിക് സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് അണിനിരക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്ന കേട്ടു. ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എനിക്കതിനോട് തീരെ താല്പര്യം തോന്നാത്തത് കൊണ്ടാണ്. 3000 പാപ്പാമാർ കാണാൻ എന്ത് രസമല്ലേ. ഈ കൊക്കക്കോളയുടെ നിറമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൂമ്പൻ തൊപ്പിയൊക്കെ വെച്ച് കുറേ പേര് ഇങ്ങനെ നടക്കുക, ആവശ്യമില്ലാത്ത വയറുമൊക്കെ വെച്ച് കിട്ടി. ആര് പറഞ്ഞു സാന്താക്ലോസ് ഇങ്ങനെ ആയിരുന്നെന്ന്? നമുക്കറിയാമോ? അദ്ദേഹത്തെ ഒരു ബഫൂണാക്കി വല്ലാതെ ചിത്രീകരിച്ച് എല്ലാവർക്കും അങ്ങ് ക്രിബും പിന്നെ വലിയ എന്തുമാത്രം നക്ഷത്രങ്ങളാണ്, എന്തൊരു ഇല്യൂമിനേഷനാണ് അല്ലേ. ശരിയല്ലേ? നമുക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവ്, അവൻ എൻ്റെ കർത്താവാണ്, എൻ്റെ ക്രിസ്തുവാണ്. അവൻ എന്നോട് പരിശുദ്ധാത്മാവിലൂടെ നിരന്തരം എൻ്റെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ദ ലോർഡ്. ആമേൻ. ഹി ഈസ് ദ ലോർഡ്. അവൻ എൻ്റെ കർത്താവാണ്. ഈ കർത്താവിനെ മാനിച്ചും സേവിച്ചും ജീവിക്കും. ആമേൻ. മാനിച്ചും സേവിച്ചും ജീവിക്കും എന്നൊക്കെ നമ്മൾ പാടാറില്ലേ? സിയോൻ സഞ്ചാരി ഞാൻ, പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്തൊരു തകർപ്പാണ്. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിൻ്റെ പാതയിൽ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി വരുന്ന ഉടനെ മാനിച്ചും സേവിച്ചും സേവിച്ചും മാനിച്ചും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഈ റെറ്ററിക്കാണ് അല്ലേ. പാടി 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 ഞാൻ ഈ കടാപ്പുറത്ത് മരിക്കുമെന്ന് പണ്ടാരോട് പറഞ്ഞ പോലെ ഓരോരുത്തരിങ്ങനെ പാടി 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 മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ പാട്ടൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലോട്ട്. ഇവൻ എൻ്റെ ക്രിസ്തുവാണ്. അവൻ, ഈ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നിരന്തരമായ ജീവിത വിശുദ്ധിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനറിയാതെ ഒരു നിമിഷം പോലും ഇല്ല ജീവിതത്തിൽ. ഇന്നലെ എന്നോട് പ്രിയപ്പെട്ട സണ്ണി ജോറച്ചൻ ഇപ്പോൾ 2-3 പ്രാവശ്യം കാണുമ്പോൾ പറയുന്നുണ്ട്, അച്ഛാ ഈ മിനിസ്ട്രിയുടെ ഒരു അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് എഴുതണം ആദ്യം മുതലുള്ളതെന്ന് എന്നോട് പറയും. അപ്പോൾ എന്നെ 6 മാസം മുമ്പ് കണ്ടപ്പോൾ അച്ഛൻ എഴുതി തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി തുടങ്ങിയില്ലല്ലോ ഇതുവരെ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പം അച്ഛൻ പറയുക, അച്ഛാ തുടങ്ങിക്കോണേ ഉടനെ. ഒരു പനി വന്നാൽ മതി അച്ഛാ, ഈ ഓർമ്മയൊക്കെ അങ്ങ് പോകും. അതാണ്, ഒരു പനി വന്നാൽ മതി, ഓർമ്മയൊക്കെ അങ്ങ് പോകും. അത് നമ്മളങ്ങ് പോകുമെന്ന് പറയാം. അത് ശരിയല്ലേ പ്രിയപ്പെട്ടവർ? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. തുലാസിന് തട്ടിൽ പൊങ്ങിപ്പോകും നമ്മളെല്ലാവരും. ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദകാലം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരീബയിലെ മസാ നാളിനെ പോലെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. എൻ്റെ ദൈവമേ, നിൻ്റെ സന്നിധിയിലിരുന്ന് എൻ്റെ ഹൃദയത്തെ ഒന്ന് ഇളതാക്കി പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് നിരന്തരം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എനിക്ക് ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംവേദനത്തിന് മുമ്പിൽ എന്നെ ഒന്ന് വിനയപ്പെടുത്തി, എൻ്റെ കർത്താവെ ഒന്ന് കൃപയിലാകുവാൻ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കയ്യിൽ ഇന്നത്തേക്കുള്ള കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
കർത്താവ് ഇന്ന് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കായിരുന്നു. പഠിപ്പിച്ചെന്നുള്ള അഹങ്കാരം എനിക്കില്ല. ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സർട്ടൻ തിങ്സ് ആൻഡ് ഐ ബിലീവ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് മൂവിങ് എമംഗ് അസ്. അത് വിശ്വസിക്കുന്ന ആളുകൾ ദൈവത്തിന് നന്ദി പറയാം. The Spirit of the Lord was moving among us and He was communicating to us and He was convicting us. അല്ലേ? നമ്മളോട് പറയുകയായിരുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, കൃപയാണ് എന്നറിയുക.